ബി പോസിറ്റീവിൽ നിന്ന് നമ്മുടെ അതിഥിയെ പരിചയപ്പെടാനുള്ള സമയമായിരിക്കുകയാണ് അവർ ഗസ്റ്റിലേക്ക്. ബി പോസിറ്റീവിൽ ഇന്ന് നമ്മുടെ അതിഥി ശ്രീ ബാലസുബ്രഹ്മണ്യമാണ്. ഇദ്ദേഹത്തെ പരിചയപ്പെടുത്താനാണെങ്കിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏറ്റവും എടുത്തു പറയേണ്ടത് സിനിമാറ്റോഗ്രാഫർ എന്നുള്ള നിലയിലാണ് ഇപ്പോൾ നമ്മളോടൊപ്പം അതിഥിയായിട്ടിരിക്കുന്നത്. പക്ഷേ ആക്ടറാണ്, സൗണ്ട് എഞ്ചിനീയറാണ്, എഡിറ്ററാണ്, അങ്ങനെ സിനിമയുടെ ഒരുപാട് മേഖലകളിൽ കൈവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. സ്വാഗതം. ഇപ്പോൾ തിയേറ്ററിൽ ഓടിക്കൊണ്ടിരിക്കുന്ന മൈ ലൈഫ് പാർട്ട്ണർ എന്നുള്ള ചിത്രത്തിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ചിത്രത്തിൻ്റെ ഒരു എക്സ്പീരിയൻസിനെ കുറിച്ച് സംവിധായകൻ ഞങ്ങളുടെ ബി പോസിറ്റീവിൽ ഗസ്റ്റായിട്ട് വന്നിരുന്നു. അദ്ദേഹം ചിത്രത്തിനെ ഒന്ന് പരിചയപ്പെടുത്തിയിരുന്നു. എന്നാലൊരു സിനിമാറ്റോഗ്രാഫറിൻ്റെ ആംഗിളിൽ ഞാൻ വർക്ക് ചെയ്തതിൽ ഒരു 5-6 പടങ്ങൾ ചെയ്തിട്ടുണ്ട്. അതിലൊരു നല്ല മൂവിയായിരുന്നു, എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു പടമായിരുന്നു മൈ ലൈഫ് പാർട്ട്ണർ. കഥ കേട്ടപ്പോൾ തന്നെ എനിക്കൊരു നല്ലൊരു ഇൻട്രസ്റ്റ് തോന്നി. അതുകൊണ്ട് അതൊരു നല്ലൊരു ഇതായിട്ട് എനിക്ക് വർക്ക് ചെയ്യാൻ പറ്റി. ഡയറക്ടറും നല്ല ക്രാഫ്റ്റുള്ള ഡയറക്ടറാണ്. അദ്ദേഹം ഷോർട്സുകൾ പറയുമ്പോൾ തന്നെ എനിക്കൊരു ഇത് തോന്നിയിട്ടുണ്ട്. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു എനിക്ക് ആ മൂവി. ഈ ചിത്രമായിട്ട് ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങളൊക്കെ കേട്ടിരുന്നു. അതായത് ചിത്രത്തിൻ്റെ തീം കംപ്ലീറ്റ് ഒരു ഫാമിലി മൂവിയാണ് എന്ന് ഉറപ്പ് പറയുമ്പോഴും ചില ആൾക്കാരുടെങ്കിലും മനസ്സിലൊരു സംശയമുണ്ട്, ഇത് അങ്ങനെ ഒരു കുടുംബ ചിത്രമാണോ എന്നുള്ളത്. എടുത്തിരിക്കുന്ന ഒരു തീം ഒരു നല്ല തീമാണ്, നല്ല മെസ്സേജാണ് അതിനകത്ത്. ലോകത്തിൽ നടക്കാത്ത കാര്യങ്ങളെല്ലാം നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അങ്ങനെ മോശമായിട്ടൊന്നും ഇതിനകത്ത് കാണിച്ചിട്ടില്ല. ഒരു നല്ലൊരു മെസ്സേജ് കൊണ്ട് നമ്മൾ പാസ്സായിട്ടുണ്ട്. ഇത്തരത്തിലൊരു തീം ചെയ്യുമ്പോൾ എന്തെങ്കിലും അങ്ങനത്തെ ടെൻഷൻ എന്തെങ്കിലും ഉണ്ടായിരുന്നു? ടെൻഷനില്ല, നമുക്കത് പുറത്ത് ആൾക്കാരെല്ലാവരും മനസ്സിലാക്കണം എന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കഥ ഇങ്ങനത്തെ 2 പയ്യന്മാർ തമ്മിലുള്ള ഇതിലാണെന്നുള്ളതാണ് പുറത്തുള്ള എല്ലാവരും വിചാരിക്കുന്നത്. പക്ഷെ അതല്ല, ഒരു അമ്മയുടെ ഒരു മഹത്വത്തെയാണ് ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത്. എന്നാലും ഹോമോസെക്ഷുവാലിറ്റിയാണ് തീം എന്ന് ഒരു വിഭാഗം ആൾക്കാർ അങ്ങനെ വിചാരിക്കുന്നു. പക്ഷെ അത് അങ്ങനെയല്ല, പടം അങ്ങനെയല്ല. അത് നല്ലൊരു തോന്നും, നമുക്ക് അങ്ങനെ തോന്നും. പടം കാണുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു വർക്ക് ചെയ്യുമ്പോൾ നമുക്കൊരു ഭയങ്കര ഇൻട്രസ്റ്റ് ആയിട്ട് വർക്ക് ചെയ്ത ഒരു മൂവിയാണ്. പത്മകുമാർ അദ്ദേഹം ഒരു ആക്ടർ എന്ന നിലയിലാണ് കൂടുതലും മലയാളികൾക്ക്. അതാണ് അദ്ദേഹം ആക്ടറായിട്ട് എനിക്കറിയാം. പക്ഷേ ഞാൻ അദ്ദേഹത്തിന് 1-2 വർക്കിൽ ചെയ്തിട്ടുണ്ട്. ഞാൻ പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞിരുന്നു ഇങ്ങനെ അതുപോലെ നമുക്കൊരു സംഭവം ചെയ്യണം എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും ഇതായിരിക്കും. അപ്പോൾ പുള്ളി ഡയറക്ഷൻ സൈഡൊക്കെ വന്നപ്പോൾ ഞാൻ വിചാരിക്കാത്ത രീതിയിലാണ് അദ്ദേഹം എനിക്ക് ഷോട്ട് പറഞ്ഞു തരുന്നതും ഒരു ഷോട്ടിൻ്റെ മീനിങ് ഇത് ഇന്നായെങ്കിൽ വെച്ചാൽ ഇതാണ് മീനിങ്. ക്രാഫ്റ്റ് ഉണ്ട്. ഒരു ഫ്രെയിം വെച്ച് കഴിഞ്ഞാൽ ലോ ആംഗിൽ എന്താണ് ക്രാഫ്റ്റ്, അതിന് ഹൈ ആംഗിൽ എന്താണ് ക്രാഫ്റ്റ്, സജഷൻ എന്താണ്, ഇന്നൊക്കെ ഓരോ ക്രാഫ്റ്റ് ഉണ്ട്. ആ ക്രാഫ്റ്റ് വരെ അദ്ദേഹം ടോട്ടൽ മനസ്സിലാക്കിയിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കാത്ത കാര്യങ്ങൾ വരെ അദ്ദേഹം ഫസ്റ്റ് മൂവിയാണ്. എന്നാൽ പോലും പുള്ളി എനിക്കതൊരു നല്ലൊരു എക്സ്പീരിയൻസ് തന്നെ ആയിരുന്നു. നല്ലൊരു ഡയറക്ടർ. അത് പറയണ്ടായി അൻപു സാർ എന്ന് വിളിച്ചിട്ടാണ് പറഞ്ഞതെന്ന്. അപ്പോൾ ബാലസുബ്രഹ്മണ്യം എന്ന് പറഞ്ഞിട്ടാണ് പരിചയപ്പെടുത്തിയത്. പക്ഷേ ബാലസുബ്രഹ്മണ്യൻ ഇപ്പോൾ അതെ ഈ മൂവി തൊട്ട് എനിക്ക് എൻ്റെ ഒറിജിനൽ നെയിം ബാലസുബ്രഹ്മണ്യൻ എന്നാണ്. അൻപുമണി എന്നുള്ളത് എനിക്ക് ഇവിടെ വന്നിട്ട് അൻപുമണി ആയതാ. മലയാളികൾ ഇട്ടുകൊടുത്ത പേരാണ്. എന്താ ഇങ്ങനെയും കൂടെ കേട്ടിരുന്നു, അതായത് ദേഷ്യമൊന്നും വരാത്തത് കൊണ്ടാണ് അൻപുമണി അങ്ങനെ അൻപുമണി എന്നായി. എല്ലാവരും അൻപെന്നൊക്കെ വിളിച്ച് അങ്ങനെ അൻപുമണിയായി. അല്ല, ഈ കേട്ടത് ശരിയാണോ, ദേഷ്യം വരില്ല എന്നുള്ളത് എന്നൊക്കെ പറയുന്നു. നമുക്കങ്ങനെ ദേഷ്യപ്പെടേണ്ട കാര്യമില്ലല്ലോ. ഓക്കെ, അങ്ങനെ നല്ല ഒരു എക്സ്പീരിയൻസ് ആയിരുന്നു മൂവി. ഇപ്പോൾ നല്ലൊരു ഡയറക്ടർ സൈഡ് നല്ലൊരു സപ്പോർട്ടിങ് ആയിരുന്നു എനിക്ക്. പിന്നെ അദ്ദേഹം ചില കാര്യങ്ങൾ നമ്മൾ ലൈറ്റിംഗ് കമേഴ്ഷ്യലായിട്ട് ലൈറ്റ് അപ്പ് ചെയ്താലും പറയാം സാർ അതങ്ങനെ വേണ്ട, ഇങ്ങനെ തന്നെ വേണം. അപ്പോൾ ഞാൻ ആലോചിക്കുന്നത് നമുക്ക് മുന്നേ ഡയറക്ടേഴ്സ് സിനിമ കാണുന്നതാണ്, മനസ്സിൽ കണ്ടു തുടങ്ങുന്നതാണ്. നമ്മൾ ഡയറക്ടറിൻ്റെ മനസ്സിൽ എന്തായിരിക്കുന്നോ അതിനാണ് നമ്മൾ ചെയ്യുന്നത്. ഡയറക്ടറുടെ ക്യാമറമാനാണ് നമ്മളാകേണ്ടത്. പിന്നെ നമ്മൾ പ്രൊഡ്യൂസറിൻ്റെ ക്യാമറമാൻ ആകണം. പിന്നെയാണ് നമ്മൾ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഇതാകുന്നത്. അപ്പോൾ നമ്മളുടേതായിട്ടുള്ളൊരു കോൺട്രിബ്യൂഷൻ എങ്ങനെ ഉണ്ടായിരുന്നു? അതായത് ഒരു കംപ്ലീറ്റ്ലി ഒരു ഡയറക്ടറുടെ ഇഷ്ടത്തിന് ക്യാമറമാൻ, ഡയറക്ടറുടെയും ക്യാമറമാൻ ആയിരിക്കണം, ആ കഥയുടെയും ക്യാമറമാൻ ആയിരിക്കണം. കഥയുടെ മെയിൻ ആ സബ്ജക്റ്റിൻ്റെ ക്യാമറമാനാണ്. സബ്ജക്റ്റിൻ്റെ അപ്പുറത്ത് നമ്മൾ ക്യാമറ പോകരുത്.
ഇപ്പം ഞാൻ ഇങ്ങനെ വർക്ക് ചെയ്യുള്ളൂ, ഞാൻ ആക്സിഡൻറ്റ് ഓറിയൻറ്റ് ക്യാമറാമാനാണ്. ചില ക്യാമറാമാൻസ് ഉണ്ട് ഫാസ്റ്റായിട്ട് വർക്ക് ചെയ്യുന്ന ക്യാമറാമാൻസ് ഉണ്ട്, ചുസ്പേണം ഇതും സംഭവങ്ങൾ. ചിലർ സ്മൂത്തായിട്ട് വർക്ക് ചെയ്യുന്ന ക്യാമറാമാൻ ഉണ്ട്. പക്ഷേ അത് നമ്മൾ സബ്ജക്റ്റിനാണ്, അല്ലാതെ നമ്മുടെ നിയമനല്ല അത്. ആ കഥയ്ക്ക് എന്താണ് വേണ്ടത്, കഥയ്ക്കാണ് നമ്മൾ വർക്ക് ചെയ്യേണ്ടത്. എന്നെ സംബന്ധിച്ചാൽ ഞാൻ ഇത്രയും നാൾ വർക്ക് ചെയ്തതിൽ എനിക്കൊരു നല്ലൊരു മൂവിയാണ് ഇപ്പം ഞാൻ ചെയ്ത ഇത്രയും 5-6 പടങ്ങൾ ചെയ്തിട്ടുള്ളത്. എനിക്കൊരു നല്ലൊരു എക്സ്പീരിയൻസ് ആയിട്ടാണ് ഈ പടം. എനിക്ക് ബോംബെയിലൊക്കെ എൻ്റെ ഫ്രണ്ട്സിൽ ഒരുപാട് പേര് പടം കണ്ടിട്ട് എന്നെ അങ്ങോട്ട് വിളിച്ചതാണ്. ആദ്യ ചിത്രം 2004 ഞാൻ ഏകദേശം അത് 16mm ഇപ്പോഴല്ലേ റെഡിലും ഇതിലൊക്കെ ചെയ്യുന്നത്. ഫോർമാറ്റ് ഏതൊക്കെ ഫോർമാറ്റിൽ വർക്ക്? ഞാൻ എല്ലാ ഫോർമാറ്റിലും വർക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും പേരുകൾ പറയാനാണെങ്കിൽ 16mm എന്ന് പറയുമ്പോൾ ഇപ്പോഴത്തെ ക്യാമറ പോലെ അല്ല അത്. അത് ക്യാമറ വീഫ് ഉണ്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കാൻ പറ്റില്ല. അത് ഒപ്പം നമ്മൾ തന്നെ പോകേണ്ടി വരും പാൻ ചെയ്യുമ്പോൾ. അത് പിന്നെ ക്യാമറയ്ക്കകത്ത് മാർക്കർ പോലും 4-5 മാർക്കറിൽ കാണും 16mm. പിന്നെ അതിനുശേഷം വന്നതാണ് സൂപ്പർ 16. പിന്നെ അതിനുശേഷം വന്നത് സൂപ്പർ 16mm ആയിട്ടുള്ള വ്യത്യാസം എന്താണ്? അത് തമ്മിൽ ക്യാമറയ്ക്കകത്തുള്ള സെറ്റിങ്സിൽ ഒരുപാട് വ്യത്യാസമുണ്ട്, ഫ്രെയിമിങ്ങിലും വ്യത്യാസമുണ്ട്. 16mm എന്ന് പറയുമ്പോൾ നമുക്ക് ഈ നോർമൽ 35mm അതിന് തമ്മിൽ ഡ്യൂറേഷൻ കുറച്ച് കൂടുതൽ കിട്ടും. ഇതാകുമ്പോൾ 4 മിനിറ്റ് ഉണ്ട്, അതാകുമ്പോൾ 10 മിനിറ്റ്സ് കിട്ടും ഫുട്ടേജ്. ഓക്കെ. പിന്നെ ഇപ്പോൾ 16mm സൂപ്പർ 16 കഴിഞ്ഞു പിന്നെ എന്തിലാ ചെയ്തത്? സൂപ്പർ 35. പിന്നെ സ്കോപ്പ് എന്ന് പറയുമ്പോൾ നോർമൽ ഇപ്പോൾ കുറച്ച് മുന്നേ ഇപ്പോൾ ഈ റെഡ് വരുന്നതിന് മുന്നേ ഇരുന്ന ഫോർമാറ്റ് സൂപ്പർ 35 ആണ്. ഓക്കെ. ആ സൂപ്പർ 35 ഫോർമാറ്റ് എന്ന് പറയുമ്പോൾ അതിനകത്ത് അതിനും ഞാൻ വർക്ക് ചെയ്തിരുന്നു. ഓക്കെ. പിന്നെ സ്കോപ്പ് ഇപ്പോഴാണ് ഈ റെഡും ഇതൊക്കെ വന്നിരിക്കുന്നത്. റെഡിലെ ഫസ്റ്റ് മൂവിയാണത്. ഓക്കെ. ഈ സിനിമ ഫിലിമിന്ന് ഇപ്പോൾ കംപ്ലീറ്റ്ലി ഡിജിറ്റലായിട്ട് നിൽക്കുന്ന ഒരു കാലഘട്ടം. ഞാൻ ആദ്യമൊക്കെ എതിർത്തിരുന്നു, പിന്നീട് എനിക്ക് എന്തായാലും നമ്മൾ ഇനി അങ്ങോട്ട് ഡിജിറ്റൽ തന്നെ. പക്ഷെ എന്നാലും ഈ വർഷം തന്നെ ഈ വർഷത്തെ ആദ്യത്തെ മലയാള ചിത്രം ഫിലിമിൽ തന്നെ പുറത്തു വന്നതായിരുന്നു. അതുപോലെ തന്നെ ഇപ്പൊ വിനീത് ശ്രീനിവാസനെ പോലെയുള്ള ആൾക്കാർ തിരയൊക്കെ ചെയ്തതും ഫിലിമിലായിരുന്നു. ഫിലിമിലാണ്. ഫിലിമിന്റെ ഡെപ്ത് വേറെ തന്നെയാണ്. എന്തായാലും ഇത് ഇപ്പോൾ ഇനി അങ്ങോട്ട് ഇത് തന്നെ കാണുള്ളൂ, ഡിജിറ്റൽ തന്നെ കാണുള്ളൂ. ഡിജിറ്റലിന്റെ ഒരു ഇപ്പം ഇനി അങ്ങനെ പോവുള്ളൂ. ഡിജിറ്റൽ നമ്മൾ ഫിലിം വേണമെന്ന് ചോദിച്ചാലും നടക്കില്ല. അപ്പോൾ തുടക്കത്തിൽ ഞാൻ പറഞ്ഞു സിനിമാറ്റോഗ്രാഫർ മാത്രമല്ല എഡിറ്ററായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്, സൗണ്ട് എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ചെറുതായിട്ട് അത് കുറച്ച് കാലഘട്ടത്തിലും ഉണ്ടായിരുന്നല്ലോ. അത് എൻ്റെ ഒരു 17-18 വയസ്സിലായിരിക്കും. അറിയാതെ പ്രായമാണ്, കുറച്ച് ഒരു സ്റ്റാർട്ടിങ് മാത്രമേ ആയിട്ടുള്ളൂ. ഇപ്പോഴും അതിനോട് താല്പര്യമുണ്ടോ? ഇല്ല അത് അയ്യോ ഇപ്പം അത് ഏകദേശം എത്രയോ വർഷങ്ങളായി. അതിന് നമുക്ക് അത് സാഹചര്യം കൊണ്ടായിപ്പോയതാ. വളരെ ചെറുപ്രായത്തിലെ ഈ സിനിമ രംഗത്തേക്ക് എങ്ങനെയായിരുന്നു ആ ഒരു എൻട്രി? എത്ര വയസ്സിലായിരുന്നു? ഞാൻ 15 വയസ്സിലായിരുന്നു സിനിമയ്ക്ക് വരുന്നത്. സാധാരണ എല്ലാവരും സിനിമ കാണാൻ പോകുന്ന ഒരു പ്രായമാണ്. ഞാൻ ഫസ്റ്റ് മൂവി ചെയ്യുന്നത് 21 വയസ്സാണ് തോന്നുന്നത് ഫിലിമിൽ. എന്നത് അപ്പോൾ ആ സമയങ്ങളിൽ എന്നെ വിശ്വസിച്ച് ഒരു 21 വയസ്സ് പയ്യൻ. ഞാൻ ഫസ്റ്റ് മൂവി ചെയ്യുന്നത് ഫസ്റ്റ് ഫിലിമിൽ ചെയ്യുന്ന ഒരു ആഡാണ്, ജ്വല്ലറി ആഡാണ്. 20 വയസ്സിലാണ് തോന്നുന്നത്. ആ ജ്വല്ലറി ആഡ് കണ്ടിട്ടാണ് ഈ ഫിലിമിൽ എനിക്കിത് വന്നത്. 20 വയസ്സെന്ന് പറയുമ്പോൾ കൊച്ചു പയ്യനാണ് ഞാൻ. ആ ഒരു ഇതിൽ അങ്ങനെ ആഡ് ഫിലിമിൽ ചെയ്തിട്ടാണ് പിന്നീടാണ് ഞാൻ സിനിമ ഇതിൽ ചെയ്യുന്നത്. എങ്ങനെയായിരുന്നു ആ ഒരു ഈ 15-ാം വയസ്സിൽ സിനിമാ ലോകത്തേക്കുള്ള ഒരു എൻട്രി എങ്ങനെയായിരുന്നു? ഞാൻ 10ാം ക്ലാസ് കഴിഞ്ഞ് 10th കഴിഞ്ഞപ്പോൾ തന്നെ അച്ഛനെ എന്നെ മിലിറ്ററിയിൽ ഇതാകണമെന്നുള്ളൊരു ഇതുണ്ടായിരുന്നു. മിലിറ്ററിയിൽ അച്ഛനും മിലിറ്ററിയിൽ പോയിട്ട്, അച്ഛൻ ഒറ്റൊരു മോനാണ് വീട്ടിൽ, അതാണ് അച്ഛന് പോകാൻ പറ്റിയിട്ടില്ല. എന്നെ ഒരു മിലിറ്ററി മാൻ ആക്കണം എന്നുള്ളത് അച്ഛൻ്റെ ഒരു ആഗ്രഹമായിരുന്നു. ഞാനാണെങ്കിൽ ഫുട്ബോൾ ഭ്രാന്തനാണ്. അതിനുശേഷമാണ് ഈ സിനിമയുടെ ഒരു സ്കൂളിൽ പഠിക്കുമ്പോൾ എല്ലാവരും പറയായിരുന്നു, ബാലൻ ഈ സിനിമയ്ക്ക് പോയാൽ ഇതാവതാന്നൊക്കെ സ്കൂളിൽ തന്നെ ഇങ്ങനെ പറയായിരുന്നു. അങ്ങനെയാണ് നമ്മൾ സിനിമയിലൊക്കെ എത്തിപ്പെടുന്നത്. അപ്പോൾ ഫസ്റ്റ് ഗുരുവായൂരാണ്. അത് മാത്രമല്ല എനിക്കിപ്പോൾ അറിയേണ്ടത്, സാധാരണ ഒരു 10th കഴിഞ്ഞ് നിൽക്കുന്ന ഒരു 15 വയസ്സിലൊരു പയ്യൻ പോയിട്ട് എനിക്ക് സിനിമാറ്റോഗ്രാഫർ ആവണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു എൻട്രി വളരെ ബുദ്ധിമുട്ടായിരിക്കും, ഒരു അവസരം കിട്ടാനോ. ഞാൻ കുറച്ച് നാൾ ക്യാമറ അസിസ്റ്റൻസ് ആയിട്ട് ഞാൻ പോയിരുന്നു. ക്യാമറ അസിസ്റ്റൻ്റായിട്ട് ഞാൻ പോയിരുന്നു. ആരുടെ അസിസ്റ്റന്റ്? മദറിലുണ്ട്. ഞങ്ങളുടെ സ്റ്റുഡിയോയിലെ ക്യാമറ ഉണ്ടായിരുന്നു. ഓക്കെ. അങ്ങനെ ക്യാമറയുടെ കൂടെ പോയിട്ടാണ് പിന്നീടാണ് ഞാൻ ക്യാമറാമാൻ ആകുന്നത്. ഓക്കെ. അങ്ങനെയാണ് ഞാൻ ക്യാമറാമാൻ ആകുന്നത്.
അപ്പോൾ ഒരു തമിഴ് സംസാരിക്കുന്ന ഒരാൾ എങ്ങനെയാണ് മലയാളം ഫിലിം ഇൻഡസ്ട്രിയിലേക്ക് അത് വന്നു? അത് നമ്മളൊരു എന്താ പറയാ വന്നു. അല്ല, എങ്ങനെയാണ്? തിരുനെൽവേലിയല്ലേ സ്ഥലം? തിരുനെൽവേലിയിൽ നിന്ന് ഇപ്പോ തിരുവനന്തപുരത്തേക്കുള്ള ആ ഒരു യാത്ര എങ്ങനെയായിരുന്നു? ചെന്നൈ തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ യാത്ര 12 മണിക്കൂറുണ്ട്. തിരുനെൽവേലി തിരുവനന്തപുരം എന്ന് പറയുമ്പോൾ ഒരു 3 മണിക്കൂറുണ്ട് എത്താം. അല്ല, തമിഴ് ഫിലിം ഇൻഡസ്ട്രിയില് സജീവാകാതെ എങ്ങനെയാണ് മലയാളത്തിലേക്ക്? അത് നല്ലൊരു ചോദ്യമാണ്, എന്നോട് എല്ലാവരും ചോദിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ 95 തൊട്ട് ഞാൻ ഇതിലുള്ളതാണ് ഫീൽഡിൽ. എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ക്യാമറാമാൻസ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഡയറക്ടേഴ്സ്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ഹീറോസ് എല്ലാം ഇപ്പോൾ എല്ലാം ടോപ്പ് ലെവലാണ്. ടോപ്പ് മീൻസ് അവരെല്ലാം നല്ല ഒരു റേഞ്ചിൽ തന്നെയാണ്. ഞാൻ ചിലപ്പോൾ ചെന്നൈയിലായിരുന്നെങ്കിൽ അവരുടെ റേഞ്ചിലും ഞാൻ ഉണ്ടാവുമായിരുന്നു. ഇപ്പോഴും ഒരു പ്രശ്നമില്ല. ഞാൻ വന്നു കേരളത്തിൽ വന്നാൽ മലയാള സിനിമയിൽ നമ്മൾ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇന്ത്യൻ സിനിമയിലല്ല വേൾഡ് സിനിമയിൽ എവിടെ വേണമെങ്കിലും നമുക്ക് ഒരു നല്ല രീതിയിൽ വർക്ക് ചെയ്യാം. മറ്റ് ഒരു നാട്ടിലുള്ള ഒരാള് മലയാളം പറയുമ്പോൾ നമുക്ക് എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, നമ്മൾ മലയാള ഇൻഡസ്ട്രിയിൽ ഒരു മൂവി നമുക്കൊരു കൂടിപ്പോയാൽ 30 ദിവസം 35 ദിവസം കൊണ്ടാണ് നമ്മൾ പടം തീർക്കുന്നത്. ചെന്നൈയിലൊക്കെ അവർ 30 ദിവസം പടം തീർക്കുമെന്ന് പറഞ്ഞാൽ അന്തം വിട്ടാണ് ചോദിക്കുന്നത്. നമ്മളൊക്കെ 25 ദിവസം 20 ദിവസം. ഞാനൊക്കെ മൂവി വർക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 80 ക്യാനിൽ പടം തീർക്കും. 80 ക്യാൻസ് ഫിലിം ക്യാൻസ്. ഫിലിം റോളില്ലേ. നോർമൽ മലയാള സിനിമയ്ക്ക് 100-110 ക്യാനൊക്കെയാണ് യൂസ് ചെയ്യുന്നത്. ഞാൻ കറക്റ്റ് 80 ക്യാൻ 85 ക്യാനിൽ ഞാൻ പടം തീർത്ത് കൊടുക്കും. സാഫ് അങ്ങനെ നമുക്ക് ക്യാമറാമാൻക്ക് വേണ്ടി ഒന്നും പോകില്ല. നമ്മൾ എന്നും അതുകൊണ്ട് അങ്ങനെ ഒരു ഭാഗ്യം തേടി നിന്നിട്ടുണ്ട്.